നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഇന്നലെ നമ്മുടെ പ്രോഗ്രാം വേറെ ചില പരിപാടിയോട് ഉണ്ടായിരുന്നില്ല. വഖഫ് ബില്ലിനെ കുറിച്ചുള്ള ഇടക്കാല ഓർഡിനൻസ് അല്ലെങ്കിൽ സ്റ്റേ സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അതിൽ ഗവൺമെൻറ്റിൻ്റെ കിരാത നിയമത്തിന് തിരശ്ശീല അല്ലെങ്കിൽ തൽക്കാലം ഒരു സ്റ്റേ സുപ്രീം കോടതി അനുവദിച്ചു. അതിൽ നമുക്ക് വേണമെങ്കിൽ അഭിമാനിക്കാം. പക്ഷേ മുഴുവൻ അഭിമാനിക്കാറില്ല. ഇതെല്ലാം താൽക്കാലികമാണ്, സ്ഥിരമായി വിധി വരുന്നുള്ളൂ. അതിന് മുൻപായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ വിഷയത്തിൽ കിടക്കാം. അത് മറ്റൊന്നുമല്ല, ഏതൊരു ഇന്ത്യൻ പൗരനും, അവൻ മലയാളി ആയിരുന്നാലും മലയാളി അല്ലെങ്കിലും, അവൻ്റെ ദേശീയ അന്തർദേശീയ വളർച്ചയിൽ നമ്മൾ അഭിമാനം കൊള്ളണം. നമ്മുടെ സഹോദരനാണ്, നമ്മുടെ രാജ്യത്തെ പൗരനാണ്. മലയാളിയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പ്രാദേശിക ചിന്ത നമുക്കില്ല എങ്കിൽ കുറച്ചുകൂടി നമ്മൾ താല്പര്യപ്പെടുന്നു. കാരണം നമ്മുടെ മലയാള ഭാഷപ്പെട്ട ആളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ശ്രീമാൻ സുരേഷ് ഗോപിയെക്കുറിച്ചാണ്. അദ്ദേഹം മലയാളിയാണ്. പിന്നെ ഇപ്പോൾ MP ആയി. പാർട്ടി ഏതുമാകട്ടെ, ജാതി ഏതുമാകട്ടെ, മതം ഏതുമാകട്ടെ, ഏത് ദേശക്കാരാകട്ടെ, നമ്മുടെ ഒരു സഹോദരനാണ്, നമ്മുടെ പൗരനാണ്. അതായത് വളർച്ചയിൽ നമ്മൾ അഭിമാനിക്കുകയാണ്, അതൊന്നും സംശയമില്ല. പക്ഷേ അങ്ങനെ അഭിമാനിക്കുന്ന കൂട്ടത്തിൽ അപമാനം ഉണ്ടാക്കുന്ന കാര്യം ആരുടെ പക്ഷത്തുണ്ടായാലും അത് അക്ഷന്തവ്യമായി തെറ്റാണ്. ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് പല കാര്യങ്ങളും യാതൊരു ചിന്തയില്ലാതെ എടുത്തങ്ങോട്ട് പ്രയോഗിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മെട്രോ ഇവിടുന്ന് കോയമ്പത്തൂർ കിട്ടണം, അങ്ങനെ പല അത് ചിന്തിക്കാൻ മെട്രോൻ്റെ രീതി തന്നെ സംസ്ഥാന ഈ ടൗണിൽ തിരക്ക് കുറക്കാൻ വേണ്ടി ടൗൺ ബേസിലാണ് മെട്രോ, അല്ലാതെ ദീർഘമായ മെട്രോ സർവീസ് ഇല്ലെന്നാണ് എൻ്റെ അറിവ്. എന്തുകൊട്ടെ ആ വിഷയത്തെ സംസാരിക്കാൻ സൂക്ഷിക്കുക. ഇപ്പം ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് കേരളത്തിൽ കിട്ടിയില്ലെങ്കിൽ ഞാനത് സ്റ്റാലിന് കൊടുക്കും, തമിഴ്നാട് കൊടുക്കും എന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനം, വെല്ലുവിളി വരട്ടായി. എൻ്റെ പൊന്ന് സുരേഷ് ജി, അങ്ങ് ഉപദേശിക്കുന്ന മണ്ടന്മാരാരാണ്? ഇത് ഓരോ സംസ്ഥാന ബേസിലാണ് കൊടുക്കുക. ഒരു സംസ്ഥാനം വെച്ച് മറ്റു സംസ്ഥാനം കൊടുക്കുന്ന പരിപാടി ഇല്ല. തന്നെയുമല്ല, തമിഴ്നാട്ടിൽ മധുരയിൽ കിട്ടിയത് ഈ വർഷം അവസാനം ഉദ്ഘാടനമാണ്. തമിഴ്നാട്ടിൽ മധുരയിൽ എയിംസിൻ്റെ ഹോസ്പിറ്റൽ തുടങ്ങി ഈ വർഷം അവസാനം ഉദ്ഘാടനം. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് തമിഴ്നാട് കൊടുക്കുന്നത്? അല്ല, നിങ്ങൾ കൊടുക്കുന്ന ആരാണ്? നിങ്ങൾ ആരാ? കേവലം MP. അപ്പം മണ്ടത്തരം പറയുന്നതിലും അഹങ്കാരം പറഞ്ഞ് ധിക്കാരം പറഞ്ഞതിലൊക്കെ ഇനിയെങ്കിലും ഒന്നുകൂടി ചോദിക്കുന്നേ. ഞങ്ങളെ പണ്ട് IG കൃഷ്ണൻ നായർ ആളുണ്ട്, അല്ല പോലീസ് സൂപ്രണ്ട്, IG ആയിരുന്ന ആളാണ്. കൃഷ്ണൻ നായർ എഴുതിയൊരു പുസ്തകമുണ്ട്, പ്രസംഗത്തിൻ്റെ സൈക്കോളജി എന്ന്. ആ പുസ്തകം ഒന്ന് വായിക്കൂ സാർ, അല്ലെങ്കിൽ ഞാൻ എടുത്ത് അങ്ങക്ക് അയച്ചു തരാം. അത് കുറച്ച് ക്ഷമാശീലമായിട്ടും കുറച്ചുകൂടി ശാന്തമായിട്ടും വികാരം കൂടെ കുറച്ചിട്ട്, ഒരു MP അല്ലേ, ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പറാണോ, ഒരു MP അല്ലേ, കുറച്ചുകൂടിയൊക്കെ പക്വതയും ഭാഗതയും കാണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് യാതൊരു പിണക്കും അദ്ദേഹം താങ്കളോടില്ല. താങ്കൾ ഇനി കേന്ദ്രമന്ത്രിയല്ല, പ്രസിഡന്റ് ആയാലും പ്രധാനമന്ത്രി ആയാലും ഞാൻ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അടുത്തത് എന്ത് പറഞ്ഞ് മുസ്ലിം ലീഗ് കോൺഗ്രസിൽ നിന്നുള്ള ഭിന്നതയുണ്ട്, മുസ്ലിം ലീഗ് നയിക്കുന്ന ഒരു മുന്നണിക്ക് വരാൻ സാധ്യതയൊക്കെ ഒരു റിപ്പോർട്ട്. ഇത് ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ്. അതിന് മുൻപായിട്ട് ഈ ഉമാ തോമസ് മാഡം, പിന്നെ KC വേണുഗോപാൽജി, ഇവരൊക്കെ എൻ്റെ നേതാക്കൾ മാത്രമല്ല, എൻ്റെ ഗുരുക്കൾ കൂടിയാണ്. കാരണം അവരത്ര ഉന്നതിൽ നിൽക്കുന്നു. ഞാൻ എവിടെ കിടക്കും? സീനിയോറിറ്റി മാത്രം പോയല്ലോ. ഇപ്പോൾ പാറ കിടക്കുന്നത് വളരെ വർഷം കിടക്കുന്നത് പാറ, അതുകൊണ്ട് പാറയേക്കാൾ നല്ല നിമിഷത്തേരെങ്കിലും മിന്നൽ പിണർ. അപ്പോൾ എത്ര കൊല്ലം ഇവിടെ ജീവിച്ചു എന്നുള്ളതൊന്നും ഒരു യോഗ്യതയല്ല, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് യോഗ്യമല്ല. ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥത എൻ്റെ വിജയമാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്നെക്കാളൊക്കെ ഉമ്മാ മാഡവും മറ്റേ വേണുജിയൊക്കെ എത്ര ഉന്നതരാണ്. ഞാൻ എൻ്റെ ഗുരുവായിട്ട് അംഗീകരിച്ച് പറയുകയാണ്. ഉമ്മാ മാഡവും വേണുജി അറിയാനായിട്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്നെ വർഗീയവാദിയായിട്ടോ അല്ലെങ്കിൽ ഒരു തീവ്രവാദിയായിട്ടോ ചിത്രീകരിച്ചാൽ എനിക്ക് ചുക്കുമില്ല. ഞാൻ പറഞ്ഞത് ഫാക്റ്റാണ്. ഫാക്റ്റ് പറയുമ്പോൾ ഫാക്റ്റ് സത്യം പറയുന്നവർക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ മോഡിജിയുടെ കാലഘട്ടം ഏതാണ്ട് തീർന്നു ഇന്ത്യയിൽ. ഇപ്പോൾ മോഡിജിയെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാറും അതിനോട് കൂടെ കോൺഗ്രസുമാണ്. അത് അവർ ചെറിയ ധാരണയൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് പറയും, ദിവസം പറയാം.
കാരണം വെച്ചാൽ സംഘപരിവാറിന് മോഡിയെടുത്ത് തെറ്റാൻ കാരണം അയോധ്യയിൽ എന്ന് അദ്ദേഹം എൻ്റെ ഉദ്ഘാടനത്തിന് ശ്രമിച്ചോ സന്യാസിമാരെ മാറ്റി നിർത്തി അന്ന് സന്യാസിമാരെ അടിവരയിട്ട് ഏത് ബ്രാഹ്മിൻ സന്യാസിമാർ അതിൽ പാർലമെൻറ്റ് വന്ന് ഉദ്ഘാടനം ചെയ്യാൻ എന്ന് തമിഴ്നാട്ടിൽ നിന്ന് പിന്നോക്ക ബ്രാഹ്മിൻസിൽപ്പെട്ടവർ കൊണ്ടുവന്ന് ഉദ്ഘാടനം അതൊക്കെ വടക്കേന്ത്യ ബ്രാഹ്മിൻസ് ഇഷ്ടമുള്ള കാര്യമില്ല അതാണല്ലോ RSSൻ്റെ ആവശ്യം തന്നെ ബ്രാഹ്മിൻസ് നിലനിൽപ്പിനും അവരുടെ വളർച്ചക്കാണല്ലോ. അപ്പം അങ്ങനെ ചില വ്യത്യാസമൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതും പിന്നെ പറയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു യോഗത്തിൽ BJPയുടെ സ്ഥായിയായ ശത്രു എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ കമ്മ്യൂണിസ്റ്റുമാണ്, ഇപ്പോൾ ജനാധിപത്യവാദികളും, അതിൽ പ്രത്യേകിച്ച് മുസ്ലിം. കാരണം ന്യൂനപക്ഷ ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ 2% ഉള്ളൂ, അത് ഒരു വിഷയമേ അല്ല ഇന്ത്യയിൽ. തന്നെയല്ല ഇന്നത്തെ ദീപിക പത്രത്തിലെ എഡിറ്റോറിയൽ പേജിൽ ലേഖനവും അവരുടെ എഡിറ്റോറിയൽ വായിച്ചു നോക്കിയാൽ സത്യമാണ് തള്ളേഖനം, നമ്മൾ കരഞ്ഞു പോകും. കാരണം ഒരു വശത്തൂടി പണ്ട് മലബാർ മുസ്ലിങ്ങൾ പറയും സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും വെറുത്ത പിച്ചിക്കൊല്ലും പറയാം. ഒരു വശത്തൂടി സംഘപരിവാർ അവരെ നക്കിക്കൊല്ലുന്നു, അതേ സ്ഥാനത്തിന് മറുവശത്തോട് പിച്ചിക്കൊല്ലുന്നു. 2 കൊല്ലം തന്നെയാണ്. അതൊക്കെ ദീപികക്ക് മനസ്സിലായിട്ടുണ്ട്, ഇവിടെ സഭയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ആ വിഷയം ഞാനിപ്പോൾ പറയുന്നില്ല, പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു മുസ്ലിം പ്രാസംഗികനോ അല്ലെങ്കിൽ ആ സ്റ്റേജിൽ ഇരുത്താൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരെ ബേസ് അതാണ്. പക്ഷേ 20% വരുന്ന 30 കോടികളും വരുന്ന മുസ്ലിങ്ങളിൽ 99.9% വോട്ടും ഇന്ത്യ മുന്നണിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. BJPക്ക് അറിയാം, കോൺഗ്രസ് അറിയാം. എന്നിട്ട് എന്തേ മാഡത്തിന് ഒരു പരിപാടി അടുത്തതിനുണ്ടല്ലോ, ഡേറ്റ് ഫിക്സ് ഓർക്കുന്നില്ല, കണ്ടു പള്ളി ഫ്ലെക്സ് കണ്ട് അതിൽ 10-20 പേരുള്ളതിൽ എന്തൊക്കെ പറഞ്ഞാലും 20% ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, 30 കോടി മുസ്ലിങ്ങൾ, കേരളത്തിൽ 40% മുസ്ലിങ്ങൾ, 1.5 കോടി മുസ്ലിങ്ങൾ, അവർ ഏതാണ്ട് 93% വോട്ട് തന്നെ UDF ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ്സാണ്. എന്നിട്ട് മാഡം ആ 20 പേരിൽ എല്ലാ മേഖലയുള്ള 20 പേരിൽ ഒരു മുസ്ലിം നാമധാരിയെങ്കിലും ആ സ്റ്റേജിലോ ആ നോട്ടീസിലോ കാണിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? വേണുജി നിങ്ങൾ ശ്രദ്ധിച്ചോ? വേണുജി ജയിച്ച് പാർലമെൻറ്റ് പോകുന്നത് ഹിന്ദുക്കൾ വോട്ട് മാത്രമാണോ? മുസ്ലിങ്ങൾ ശക്തമായിട്ട് വോട്ട് കിട്ടില്ലേ? വേണുജി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നോട്ടീസ് കിട്ടിയപ്പോഴേ എടാ ഇത്രയും പേരുള്ളിൽ ഒരു മുസ്ലിം നാമധാരി ഇല്ലല്ലോ എന്ന് ചിന്തിച്ചോടോ വേണുജി? മാഡം ചിന്തിച്ചോ? മാഡം കഴിഞ്ഞ പ്രാവശ്യം തൃക്കാക്കര ജയിച്ചതേ കോൺഗ്രസ് വോട്ട് കിട്ടിയില്ല. അവിടെ 40,000 മുസ്ലിം വോട്ടർമാരുണ്ട്. അതിൽ ഏതാണ്ട് ഒരു പകുതിയിൽ കൂടുതലും അസ്യാരിക്കുള്ള പാർട്ടാണല്ലോ ഈ കാക്കാണത്. പകുതിയിൽ കൂടുതലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുക്കണ. പക്ഷെ അവിടെ UDF ഒരു സ്ഥാനത്ത് ജയിച്ചില്ലെങ്കിൽ UDF തകർന്നു പോകുന്ന വിചാരിച്ചു ആ മുസ്ലിം വോട്ട് നിങ്ങൾക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് മാഡം ജയിച്ചത്. മാഡം വെല്ലുവിളിക്ക് ഉദ്ദേശമുണ്ടോ? കോൺഗ്രസ് വെല്ലുവിളിക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒരു കാര്യം പറയാം, മൊയ്തീൻ ഷായും ഗ്രൂപ്പും ഞാൻ ഒറ്റക്കല്ല, എൻ്റെ പുറകിൽ ലക്ഷങ്ങളുണ്ട്. അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുന്നുണ്ട്, നമുക്കിത് പിടിച്ചു നോക്കാം മാഡം. ഞാൻ വെല്ലുവിളിക്കല്ല, ഞാനൊരു ശല്യം ഉണ്ടാക്കല്ല, അത് നമുക്ക് പിടിച്ചു നോക്കാം. തൃക്കാക്കര മണ്ഡലത്തിൽ മാഡം ഈ പറഞ്ഞ മുസ്ലിങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കളിയിൽ നിങ്ങൾ അസംബ്ലി കാണുന്ന പിടിച്ചു നോക്കാം. വെറുതെ ആവശ്യമില്ലാത്ത വെല്ലുവിളിക്കൊന്നും പോയില്ല കേട്ടോ. ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നിങ്ങൾക്ക് അസംബ്ലി സ്ഥാനം പോവും, ഒരു മന്ത്രിസ്ഥാനം പോവും. കാരണം നിങ്ങൾ രക്ഷപ്പെടണം. ഒരു വിധവയാണ്, ഒരു പാവ സ്ത്രീയാണ്, നിങ്ങൾ രക്ഷപ്പെടണം. നിങ്ങൾ മന്ത്രി ആകണമെന്ന് വരെ ഞങ്ങൾക്ക് ആഗ്രഹമാണ്, അത് ഒരു തടസ്സവും ഇല്ല. പക്ഷെ നിങ്ങൾ ഇതുപോലെ മണ്ടത്തരം കാണിക്കുമ്പോഴേ ഒരു കുഞ്ഞുങ്ങളും ചോദിച്ചോ? അപ്പോൾ IBയുടെ സ്കൂൾ സെൻസർ സ്കൂളിൽ ഇതുപോലെ പരിപാടിയുണ്ട്. സ്കൂളിൽ റിസൾട്ട് അതിലിപ്പോൾ ഏപ്രിൽ വറ്റാണ് റിസൾട്ട്. ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ 6 മാസം കഴിഞ്ഞപ്പോഴാണ് ബോധോദയം ഉണ്ടായത്. അപ്പോഴാണ് ഇലക്ഷൻ അടുത്ത് വരില്ലേ. അതിന് വേറൊരു കാര്യമുണ്ട്, ആ മാഡം ആ വീഴ്ചയിൽ പറ്റി 2 മാസം അങ്ങനെ പോയി, അതൊക്കെ സംഭവിച്ചാന്ന്. പക്ഷേ എല്ലാം പോലെ ഒരു പേരെങ്കിലും ഇത് പള്ളി കുർബാനയല്ലോ, ഒരാളുടെ ഒരു ക്രിസ്ത്യൻ സമുദായ കല്യാണ വീടല്ലല്ലോ, ഏതെങ്കിലും ക്ലബ്ബുകാരെടുത്താണോ അല്ലെങ്കിൽ സംഘപരിവാരത്തിൽ പരിപാടിയാണോ? അല്ലല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ UDFിലെ MLA അധ്യക്ഷ വഹിച്ച് KC വേണുഗോപാൽജി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടിയിൽ 30ഓളം പേര് നിങ്ങൾ പേര് വച്ചിട്ട് ഒരു മുസ്ലിം നാമധാരിയെ
ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എൻ്റെ ബഹുമാനപ്പെട്ട പിന്നെ കാഴ്ചക്കാരെ, കേൾവിക്കാരെ, ശ്രോതാക്കളെ, നിങ്ങൾ എന്നെ തല്ലിക്കൊന്നോ അല്ലെങ്കിൽ എന്നെ എറിഞ്ഞിക്കൊന്നോ കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയുന്നത് മനഃശാസ്ത്രമാണ്, അല്ല ജാതീയ മതമൊന്നുമില്ല. അവർക്കും ഇല്ലേ വികാരങ്ങളൊക്കെ, അവർ നോക്കൂലേ. ഞാൻ ഇന്ന് 8-10 സ്ഥലത്ത്, ഞാൻ പറയാം 8-10 സ്ഥലത്ത് ഇന്ന് ഏതാണ്ട് 3:45 ഞാൻ ഈ ഫ്ലെക്സ് മുഴുവൻ നോക്കി. ഫ്ലെക്സ് ചെറിയ പോസ്റ്റർ വലിയ ഫ്ലെക്സാണ്, അത് ഏതോ സ്പോൺസർ ചെയ്താണ്. ഇപ്പോൾ സ്പോൺസർ ചെയ്ത പരിപാടിയില്ലാത്ത ഈ കോൺഗ്രസ് MLA-മാർ 10 ദിവസം പിരിക്കോ ജനങ്ങളിൽ അറിയിച്ചല്ലോ. നിങ്ങൾ പറയും ആ സ്പോൺസർ ചെയ്യും, അപ്പോൾ ജനം ഒരാൾ ഒരു ചടങ്ങ്, ഒരു ചടങ്ങ് മാത്രം, അതൊക്കെ എന്തുകൊട്ടെ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലിക്കൊന്നു, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങളെ വേണ്ടി വാദിക്കുന്നില്ല, അവർ ഇവിടുത്തെ ഒരു സമൂഹമല്ലേ. ഇത് തന്നെ മറ്റേതൊരു സമുദായത്തിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കും. ക്രിസ്ത്യൻ സമുദായത്തിൽ വേണം, നായ സമുദായത്തിൽ വേണം, ദളിതുകൾക്ക് വേണം ഒരു പ്രാതിനിധ്യം, അല്ലെങ്കിൽ എല്ലാം ഒപ്പം കൊടുക്കാൻ ഒരു പേജ് ഒരു സീറ്റ് കൊടുത്തു. അപ്പം IB ഈഡനും നമ്മുടെ പിന്നെ ഉമാ മാഡം ഒന്ന് ശ്രദ്ധിക്കണം. എറണാകുളം ജില്ലയിൽ 30-29% മുസ്ലിങ്ങളുണ്ട്. 14 സീറ്റാണ് എറണാകുളം ജില്ലയിൽ അസംബ്ലിയിലേക്ക്. പാർലമെന്റിലേക്ക് രണ്ട് സീറ്റ് കയറി കിടക്കാണ്. അപ്പം അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടിയൊക്കെ ചെറുപ്പമല്ലേ നിങ്ങൾക്ക്, ഇനി അവസരോട് മന്ദിക്കാകം കിടക്കാണ്, ആകം തെറ്റില്ല. മറ്റു പൊതുവെ നല്ല അഭിപ്രായമുള്ളതാണ് നിങ്ങളെ കുറച്ച് ജനങ്ങൾക്ക്, അത് കളയിപ്പിക്കരുത് എന്ന് പറയാണ്. അതാണ് ഒരു കാര്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞ് ഈ മുസ്ലിം ലീഗിൻ്റെ പേരുമാറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുസ്ലിങ്ങളെ എതിർക്കും, അല്ല മുസ്ലിം ലീഗിനെ എതിർക്കുന്നു, കോൺഗ്രസും എതിർക്കുന്നു, പിന്നെ സംഘപരിവാറിനെ എതിർക്കുന്നു, പിന്നെന്താണ് ജയശങ്കർജി എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലവർ എന്നെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണം, അപകടത്തിലേക്കാണെന്നൊക്കെ. ഞാൻ ജയശങ്കർജി എതിർത്തില്ല. ഞാൻ പറഞ്ഞത് ഞാൻ PDP-യോ അല്ലെങ്കിൽ വർഗീയ പാർട്ടി, തീവ്രവാദ പാർട്ടി ആളൊന്നുമില്ല. ഈ മലരും എന്ന് പറഞ്ഞ ആ മുദ്രാവാക്യം 100% തെറ്റാണെന്ന് പറഞ്ഞല്ല, ശരിയാണെന്ന് പറഞ്ഞില്ല. അതിനെ എടുത്ത് നമ്മുടെ ജയശങ്കർ വക്കീൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സ്ഥാനത്ത് ആ തലശ്ശേരിയിൽ വിളിച്ച മുദ്രാവാക്യം കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞുള്ളൂ. അല്ല ഞാൻ അതിൻ്റെ കുറ്റം പറയുമോ, അല്ലെ ആകസ് കുറ്റം പറയുമോ, സംഘപരിവാറിനെ പുകഴ്ത്തി പറയുമോ, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നിഷ്പക്ഷമായിട്ട് പറയും. അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നിങ്ങളെ പേര് മാറ്റി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം, ഇന്ത്യൻ യൂണിയൻ ലീഗെന്നോ ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗെന്നോ ഇട്ടുകൊണ്ട് നിങ്ങൾ നേതൃത്വം കൊടുക്കുക. കേരളത്തിൽ മുന്നണിക്ക് നിങ്ങൾ നേതൃത്വം കൊടുത്താൽ നിങ്ങൾക്ക് കേരളം ഭരിക്കണം. ഇന്നിപ്പോൾ ഉമ്മാമാരുടെയും IB ഈഡനും ഒക്കെ കോൺഗ്രസ് ഇന്നുകൊണ്ട് 3 ദേശീയ അല്ലെങ്കിൽ ദേശീയ വിങ്ങാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് BJP നയിക്കുന്നത്, അത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാനേ പറ്റില്ല. മറ്റൊന്ന് കോൺഗ്രസ് നയിക്കുന്നത്, പിന്നെ കമ്മ്യൂണിസ്റ്റ് നയിക്കുന്നത്. ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ ആകെ ചിന്തിക്കാൻ പറ്റിയ മേഖല കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയാണ് UDF എന്ന് പറയും, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന് പറയും. ആ ഇന്ത്യ മുന്നണിയിൽ പോലും ഈ 20% വരുന്ന ഒരു വിഭാഗത്തിൽ പ്രാതിനിധ്യം ഇല്ലെങ്കിൽ പിന്നെ എവിടെ വേണോ ഞങ്ങൾ പോയി, അല്ലെങ്കിൽ ഈ മുസ്ലിം സമുദായം പോയി വിട്ടിട്ടുണ്ട് BJP എടുത്ത് വിട്ടണം. ഒരു സംശയമില്ല, BJP എടുത്ത് വിട്ടുകഴിഞ്ഞാൽ മറ്റു ആര് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആനുകൂല്യം മുസ്ലിങ്ങൾക്ക് കൊടുക്കും, ഒരു സംശയക്കാത്തില്ല. പക്ഷേ മറ്റ് ചില കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പഠിക്കുമ്പോൾ വരുമ്പോൾ അവരൊന്നും കൂടി പെന്നിൽ വെച്ചിരിക്കുകയാണ്. പക്ഷെ ആ പെന്നിൽ വയ്ക്കുന്ന ആജീവിത കാലമൊന്നുമില്ല, അത് മനസ്സിലാക്കണം. ഇപ്പോൾ ഈ 99.9% മുസ്ലിം വോട്ടുകൾ കോൺഗ്രസ് കൊടുത്തിട്ട് നിങ്ങൾ കാര്യമായിട്ട് ഒരു പരിഗണന ഇല്ലെന്ന് മാത്രമല്ല അവഗണനയ്ക്കുകയാണെങ്കിൽ അത് 50% വോട്ട്, 20%, 10% വോട്ട് BJP കൊടുത്ത് BJP അല്ലെങ്കിൽ സംഘപരിവാർ നേതാക്കളുടെ ധാരണ എത്തിയാലേ കോൺഗ്രസ് നിങ്ങളാപ്പിലാവും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങളാപ്പിലാവും. പിന്നെ BJPക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു. മുസ്ലിം ലീഗ് നേതാക്കൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ശ്രമിച്ചിരിക്കും. മുസ്ലിം നേതാക്കൾ കണ്ടുപറയും ഞങ്ങൾ ഈ 20% ജനസംഖ്യയുണ്ട്, അതിനനുസരിച്ചുള്ള ആനുകൂല്യം എല്ലാത്തിലും വേണം, ബാക്കി എല്ലാം നിങ്ങളെടുത്തോ, 80% നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞ് ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ പറയും പോലെ ഒരു നീക്കുപോക്ക് നടത്തിയാൽ അതത്ര മോശമൊന്നാവില്ല. വേണുജി, ഉമാജി, പിന്നെ ആരാണ് ഈഡൻജി, ഞങ്ങളൊന്നും ഇവരെടുത്ത് ഒരു സഹായത്തും പോകുന്നില്ല. അത് തന്നെ ഇത് തന്നെ ഞങ്ങൾ പോകുന്നില്ല, കാരണം അവർക്ക് അവരെ തിരക്കും കിട്ടും, നമ്മളിതുമില്ല. പക്ഷെ എന്നിട്ടും ഈ സമുദായത്തിന് വേണ്ടി അത് ഞാൻ മറന്നുപോയി. എന്താണ് അവിടെയാണ് ചിന്തിക്കുന്നത്. ഞാൻ ആലോചിച്ച് നോക്കും, നിങ്ങൾ 1000കണക്കിന് പോസ്റ്റർ ഉണ്ട് എറണാകുളം സിറ്റിയിലൊക്കെ, അതിൽ 30 പേരുണ്ട്, 2 സിനിമാ നടികൾ, ഒരു നടനും നടിയും, രമേഷ് പിഷാരുടെയും
മറ്റേ ഇപ്പൊ രമേഷ് പിഷാടിക്ക് സീറ്റ് ഉറപ്പായി. ഇനിയിപ്പോ ഉള്ളത് കോൺഗ്രസിൽ കൊടുക്കേണ്ടത് ഇപ്പോഴത്തെ സിനിമ നടി മെഗാ മെഗാ ഫിലിം വനിതാ സ്റ്റാർ, അവർക്കൊരു സുരക്ഷ സീറ്റ് കോൺഗ്രസിൽ ആക്കിയിട്ടുണ്ടാവും. അതൊന്നും ഞാൻ കുറ്റം പറയില്ല. പക്ഷെ ആ ഒരു കാര്യം മനസ്സിലാക്കണം, ജനസംഖ്യാനുപാതികമായിട്ട് സംസാരിക്കുമ്പോഴേ 9% വരുന്ന ഒരു വിഭാഗത്തിന് 13 സീറ്റേ കിട്ടുള്ളൂ. 140 സീറ്റ് ആകെ ഉള്ളൂ. ഈ 13 സീറ്റിൽ ഇപ്പം തന്നെ നിങ്ങളൊരു 30 സീറ്റിൽ ആയിക്കഴിഞ്ഞു. ആൾക്കാർ സമ്മതിക്കില്ല. ആൾക്കാർ കല്ലെറിയും തല്ലിക്കൊല്ലും. നേപ്പാളാക്കരുത്, ബർമയാക്കരുത്, സിലോണാക്കരുത്, ബംഗ്ലാദേശ് ആക്കരുത്. ന്യായമായ രീതിയിൽ എല്ലാവർക്കും അവസരം കൊടുത്താൽ ജനങ്ങൾ തെരുവിലിറക്കും. അതിൽ ആര് പിടിച്ചാൽ നിൽക്കില്ല. അതൊരു ഭീഷണി അല്ലെങ്കിൽ നമ്മൾ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നല്ല, ജനങ്ങൾക്ക് പരിധിയിൽ സഹിക്കാൻ. അവിടെ ഒന്നും നിങ്ങൾ ഈ 30%, 20%, 40% വരുന്ന കൊച്ചുങ്ങൾ ഒരു സീറ്റിൽ പോലും നിങ്ങൾ പരിഗണിച്ചിട്ടേ വരും. ഇനി ഇലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും ചെയ്തിരിക്കും. അത് എന്തെങ്കിലും ചെയ്ത് മുസ്ലിം ലീഗിൻ്റെയും തങ്ങളുടെയും കുഞ്ഞാക്കാടെയും വോട്ടുണ്ട് എന്തെങ്കിലും ചെയ്ത് സുദർശൻജി സതീശൻജി വേണുജി നിങ്ങൾ ശ്രമിച്ചാൽ അപകടത്തിലേക്ക് പോകുന്നത്. ഇപ്പോഴും കേരളത്തിൽ പിന്നെ UDF ജയിക്കുമെന്ന് പൂർണ്ണ ബോധ്യം വന്നിട്ടില്ല, വരാൻ സാഹചര്യമില്ല. അത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് കണക്കറിയാലോ. പക്ഷെ കാണുന്ന അറിയാത്ത കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് മണ്ടത്തിലുണ്ടായിരിക്കും. ആകെ 140 സീറ്റ്, അതിൽ 98 സീറ്റ് ഇപ്പോഴും ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 27 സീറ്റ് പ്ലസ് ആണ്. ഇനി UDF അധികാരത്തിൽ വരണമെങ്കിൽ 27 പ്ലസ് വേറെ 27 കൂടി 54 സീറ്റ്. ഇപ്പോൾ ഉള്ളൊരു പുറമെ ഒരു 54 സീറ്റും കൂടി. അപ്പൊ മൊത്തം ഇപ്പൊ 39 സീറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ 40 നോക്കാം, 40 പിന്നെ 30 സീറ്റ് കിട്ടിയാൽ മതി. പക്ഷെ എന്നാലും ഇപ്പോഴും 40 ഇല്ലെന്ന് ഉറപ്പില്ല. ഇപ്പോഴും ഏതാണ്ട് ഒരു 50 സീറ്റോളം കൂടി പിടിച്ചെടുക്കണം നിലവിലുള്ളതിന് പുറമെ. എങ്കിലും നമ്മൾ കൈയും കാലിട്ടടിച്ച് ആഘോഷിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മണ്ടത്തരാവും. തന്നെയുമല്ല, കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ ഒരു ചെറിയ ശതമാനം ശക്തരായ നേതാക്കൾക്ക് LDF അധികാരത്തിൽ വന്നോട്ടെ എന്നുണ്ട്. ഞങ്ങൾ മനഃശാസ്ത്രം പന്താടുന്ന ഞങ്ങളുടെ ഗ്രൂപ്പ്, ഞാനല്ല ഞങ്ങളുടെ ഗ്രൂപ്പ്, ഒരു മനഃശാസ്ത്രമായ സമീപനമാണ് അവരത്. ഒരു ചെറിയൊരു ശതമാനമുള്ളൂ, പക്ഷെ അവർ ശക്തരാണ്. അവർ LDF അധികാരത്തിൽ വന്നോട്ടെ, ഇത്തവണ UDF വേണമെന്നില്ല എന്ന് ചിന്തിക്കുന്നതും അതിനോട് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ UDF തന്നെ മനസ്സിലാക്കണം വേണ്ടു ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തെമ്മാടിച്ച് പറയാം, 30 പേര് തൃക്കാക്കര മണ്ഡലത്തിൽ നിയോജകമണ്ഡലത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു അവാർഡ്, ഒരു പേരിനെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ലോ. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, എൻ്റെ ശ്രോതാക്കളെ കുത്തി ചോദിക്കുകയാണ്, 20% ഇന്ത്യയിൽ ഈ സാധനങ്ങൾ. അതിൽ 99%, 9% വോട്ട് ചെയ്ത് കോൺഗ്രസ്സാണ്. കേരളത്തിൽ 10-40% അടുത്തുണ്ട്. അത് BJPക്ക് അറിയാം. അതിലും 93% വോട്ട് ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF മുന്നണിക്കാ. എന്നിട്ടാണ് ഇവർ ഈ ധിക്കാരം, പിന്നെ ഈ വഞ്ചന, ഒരു വൃത്തിയോട് കാണിച്ചെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടുകൊണ്ട്, ആര് കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഈ ആകാശക്കോട്ട കിട്ടുന്നത്? എവിടുന്ന് വോട്ട് കിട്ടുന്ന? വോട്ടിൻ്റെ പാറ്റേൺ ഞാൻ കഴിഞ്ഞ ആഴ്ച പല പ്രാവശ്യം പറഞ്ഞു, ഇനി ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗ് നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾ മുസ്ലിം എന്ന പേര് മാറ്റി ഇന്ത്യൻ യൂണിയൻ ലീഗ് എന്നോ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് എന്നോ, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് എന്നോ, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ ലീഗ് എന്നോ എന്തെങ്കിലും പേരിട്ടിട്ട് നിങ്ങൾ നേതൃത്വം കൊടുക്കൊരു മുന്നണിക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ലോക ശാക്തിക ചേരികളിൽ കാതലായ മാറ്റം അനിവാര്യമാണെന്ന് മാത്രമല്ല ആയിക്കൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പ് നമ്മളെ മൊയ്തീൻ ഷാഹിൻ ഗ്രൂപ്പോട് ഫ്ലെക്സ് വെച്ച്, എന്താണ് ഫ്ലെക്സ്? ലോക ശാക്തിക ചേരികളിൽ കാതലായ മാറ്റം അനിവാര്യമെന്ന് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരള മുന്നണി രാഷ്ട്രീയത്തിലും മാറ്റം അനിവാര്യമാണ്. അതിന് മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കാം. മുസ്ലിം ലീഗ് അല്ല കൊടുക്കേണ്ടത്, കുഞ്ഞാലിക്കുട്ടികളുള്ള ലീഗ്. മുസ്ലിം എന്ന പേരില്ല, പാടില്ല. അപ്പോൾ ജാതി പാർട്ടിയാവും. അതില്ലാത്ത ഒരു പാർട്ടി രൂപീകരിച്ചിട്ട് ആ പാർട്ടി നേതൃത്വം കൊടുക്കുക. 35-37% വോട്ടുള്ള അവർക്ക് വേറെ വഴിയില്ല വോട്ട് ചെയ്യാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവർക്ക് ചെയ്യാൻ പറ്റില്ല, BJP ചെയ്യാൻ പറ്റില്ല. ഈ 30% വോട്ട് ആർക്ക് ചെയ്യൂടോ? പിന്നെ നിങ്ങൾ നാളെ കോൺഗ്രസ് എന്നെ കാണരുത്, എൻ്റെ ഗ്രൂപ്പിൽ കാണരുത്. ഞങ്ങൾ വാർഡ് മെമ്പറാൻ വേണ്ടി എല്ലാ നേതാക്കളും കയ്യകൽ പിടിച്ച് സൂട്ട് കേസ് തൂക്കി റാമൂളി നടക്കുന്ന ആളല്ല മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പും. ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾ പറയുന്നത് സത്യസന്ധമായ ആത്മാർത്ഥമായ റിപ്പോർട്ടാണ് കൊടുക്കുന്നത്, എല്ലാം തുല്യമായിട്ട്.
അപ്പോൾ ഇനിയെങ്കിലും മുസ്ലിം ലീഗ് മനസ്സിലാക്കാൻ നിങ്ങളെ പേര് മാറ്റി കുഞ്ഞാക്കയുടെ നേതൃത്വത്തിൽ, തങ്ങളുടെയല്ല കുഞ്ഞാക്കയുടെ നേതൃത്വത്തിൽ, ഇന്ന് കുഞ്ഞാക്കനേക്കാൾ പാരമ്പര്യമുള്ള ഒരു നേതാവ് കേരളത്തിൽ ആരുള്ള പിണറായി വിജയൻ മാറ്റി നിർത്തിയാൽ ആരുമില്ല. മറ്റു പാർട്ടികൾക്ക് അട്ടകളിൽ വലിയ CPI ഡൗണായി, CPM ഡൗണായി, മറ്റെല്ലാ പാർട്ടികളും. പക്ഷെ മുസ്ലിം ലീഗ് ഒരു പരിധിവരെ നിങ്ങളുടെ ആൾ മുഴുവൊന്നുമില്ല, ഉള്ളവർ വെച്ച് നിങ്ങൾ ഇപ്പോൾ ഡൗൺ ആയിട്ടില്ല. ആ നിങ്ങൾ നേതൃത്വം കൊടുക്കണം പേര് മാറ്റിയിട്ട്. എന്നിട്ട് ചേരാവുന്നിട്ട് ചേരാൻ പാടില്ല. ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്, ഞങ്ങളുടെ നേതൃത്വത്തിൽ ഒരു മുന്നണി രൂപീകരിക്കുകയാണ്. ഇവിടെ ഇത്ര മുന്നണി രൂപീകരിക്കണമല്ലോ. എന്നിട്ട് ചേരോടൂ, കേരള കോൺഗ്രസ് വരും, മറ്റു വല്ലതും RSP വല്ലതും വരും. കാരണം കോൺഗ്രസിൽ ഈ പ്രതീക്ഷയില്ല കേരളത്തിൽ ജനങ്ങൾക്ക്. ദേശീയ ലെവലിൽ പറയുന്നില്ല, കെട്ടിഘോഷിക്കുന്ന പക്ഷെ ഒരു മെച്ചമൊന്നുമില്ലെങ്കിലും അത് പറഞ്ഞില്ല. കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിക്ക് വലിയ പ്രതീക്ഷ കേരള ജനത കാണുന്നില്ല. ഇത് സത്യമാണത്. ഇത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പണം കൊടുത്ത ഫ്ലെക്സ് വയ്ക്കാം. ഇപ്പം ഞാനൊക്കെ എത്രയോ ഫ്ലെക്സ് വയ്ക്കുന്നുണ്ട്, അവിടെ എൻ്റെ പാർട്ടി വളർന്നുണ്ടോ? അതിൽ സംസാര വിഷയം വരുമെന്നല്ല വല്ലതുമായിട്ട്. അതുപോലെ ഫ്ലെക്സ് വെച്ചൊരു പാർട്ടി ആവില്ല. പാർട്ടി ഉണ്ടെങ്കിൽ ഗ്രാസ് റൂട്ട് അടിസ്ഥാനത്തിൽ ഏറ്റവും താഴെ നിന്ന് വരണം, യൂണിറ്റ് അടിസ്ഥാനത്തിൽ വേണം. ഞങ്ങളത് ചെയ്യുന്നല്ല, ഞാൻ പറയാം, കുറ്റം പറയില്ല. അങ്ങനെ വരണം. എന്തിനുണ്ടാകും? അതില്ല കോൺഗ്രസ്സില്ല. കോൺഗ്രസ് വെച്ച് ഈ ആൾക്കൂട്ടം ഉണ്ടാക്കുക, പിന്നെ വോട്ട് വാങ്ങിക്കുക, ജയിക്കുക, വേണം കെട്ടുക, സമ്പാദിക്കുക. കോൺഗ്രസ് നേതാക്കൾ ആരാണ് ഇപ്പോൾ ദാരിദ്ര്യമുള്ളതിൽ കാശില്ലാത്തത്? എല്ലാ നേതാക്കളും ഉണ്ടോ? കോൺഗ്രസ് മാത്രമൊന്നുമില്ല. അതൊക്കെ ആയിക്കോട്ടെ, എല്ലാവരും, പിന്നെ നമ്മൾ മാത്രമില്ല. പക്ഷെ നിങ്ങൾ കാണിച്ച നെറികേടല്ലേ? തൃക്കാക്കര നിയോജകമണ്ഡലത്തിൽ MLA പങ്കെടുക്കുന്ന കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടിയിൽ 29% മുസ്ലിങ്ങളുടെ ജില്ലയിൽ നിന്ന് 40% മുസ്ലിങ്ങളുടെ കേരള സംസ്ഥാനത്തിൽ നിന്ന് ഒരാളുടെ പേര് പോലും നിങ്ങൾ ചിന്തിച്ചു പോലുമില്ലല്ലോ. ഇത്രയും നീചമായ പ്രവൃത്തി വരേണ്ടോ? ഞാനിത് പറയും, നിങ്ങൾ തല്ലിക്കൊന്നും അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ചെയ്തോ, എനിക്ക് കുഴപ്പം. എനിക്ക് എത്ര കാലമുണ്ട് ഈ ലോകത്ത്? നിസ്സാര മണിക്കൂറുകളെ ഞാനൊക്കെ ഉള്ളൂ, നിസ്സാര മണിക്കൂറുകൾ. അത് നിങ്ങൾ ഭയപ്പെടുന്നില്ല, ആരോഗ്യം ഭയപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ പോയി പണി നോക്കാൻ പറയും. ഞങ്ങൾക്ക് അതൊക്കെയില്ല. പട്ടി ഒരുക്കുക, ചന്ദ്രൻ ഉദിക്കും, പട്ടി കൊച്ചോട് ചന്ദ്രൻ ഉദിക്കാതിരിക്കണമല്ലേ? അതൊന്നും ഭീഷണിപ്പെടുത്തിയിട്ട് കാലം വീഴ്ച ആവശ്യമില്ല. ഞാൻ ആർക്കും വ്യക്തിമായിട്ട് എതിരുമില്ല. അതുകൊണ്ട് അറിയാം, RSUവിലൊക്കെ അറിയാം, സംഘപരിവാർ എല്ലാവർക്കും. ഞാൻ വ്യക്തിയായിട്ട് അവർക്കൊന്നും എതിരില്ല. പക്ഷെ പ്രശ്നാധിക്ഷമാണ് ഞങ്ങൾ എതിർക്കുന്നത്. അപ്പം അതുകൊണ്ട് കോൺഗ്രസ് ഒന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് എനിക്ക് മുസ്ലിം ലീഗ് ചെയ്യണം. നിങ്ങളെ പേര് മാറ്റി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു മുന്നണി ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഭരിക്കാം, മറ്റൊരു സമാധാനമായിട്ട് ചെയ്യാം. നിങ്ങൾ ഭരിച്ചാൽ അവിടെ ഒരു ആപത്തും ഭൂരിപക്ഷ സമുദായത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ഉദാഹരണം പറയാലോ. ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നു ഇന്നലെ. ശ്രീകൃഷ്ണ ജയന്തി ആദ്യമായിട്ട് ഇവിടെ പ്രഖ്യാപിച്ച ആരാണ്? CH മുഹമ്മദ് സാഹിബ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അത് നമ്മുടെ ബഹുമാന്യായ ഗവർണർ P. ശ്രീധരൻപിള്ള സാർ പറയും, പല പ്രാവശ്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗല്ല, മുസ്ലിം നാമധാരി ഇവിടെ അധികാരത്തിൽ വന്നുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിലോ ന്യൂനപക്ഷ സമുദായത്തിലോ ഒന്നും പേടിക്കാനില്ല. അവരങ്ങനെ കുഴപ്പക്കാരില്ല, അടിച്ച് ആക്ഷേപിക്കുന്നവരില്ല, അങ്ങനെ നേതൃത്വം സമ്പാദിക്കുന്ന കൂട്ടത്തിലില്ല. ചിലപ്പൊക്കെ ബിരിയാണി കഴിക്കുന്നതല്ല, വേറെ കുഴപ്പം ലീഗുകാർക്ക് ഇല്ല. പക്ഷെ അവർ പേര് മാറ്റി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ആ കൈ നിർത്താം. ഇത് നമ്മൾ തുടങ്ങിയ വിഷയം മാത്രം ഒരു 5 മിനിറ്റ് മാത്രം നിർത്താം. അത് വഖഫ് ബോർഡിൻ്റെ പുതിയ നിയമത്തെക്കുറിച്ച്. ഗവൺമെൻറ് ഒരു കാര്യം, സുപ്രീം കോടതിക്ക് കാര്യം മനസ്സിലായി. BJP ഗവൺമെൻറ് അടി ഉലയുകയാണ്. മോഡി ഗവൺമെൻറ്റിൻ്റെ സമയമായി. അദ്ദേഹം കുറേയൊക്കെ ചെയ്ത്, തെറ്റാലും ശരിയാലും കുറേയൊക്കെ ചെയ്ത് അതിൻ്റെ ഇനി അത് ലിമിറ്റായി. ഇനി അതിൽ പല പല തടസ്സങ്ങളുണ്ട്. അത് തന്നെയുമല്ല, വഖഫ് ബോർഡിൽ ഉണ്ടാക്കിയ നിയമങ്ങളെല്ലാം കാട്ടു നിയമമാണ്. 2-3 കാര്യങ്ങൾ ഞാൻ നിർത്താതെ, ബാക്കി നിങ്ങൾക്കറിയാമല്ലോ. എന്താ, 5 വർഷം മുസ്ലിം ആയതിനു ശേഷം മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ. ആ നിയമം കാട്ടിൽ കളഞ്ഞു. മറ്റൊന്ന്, എന്തെങ്കിലും ഡിസ്പ്യൂട്ട്, തർക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ലോക്കൽ ഭരണാധികാരിയുടെ കയ്യിലാണ്. അന്ന് പോലും വഖഫ് അല്ലാതെ തരും. അതും സുപ്രീം കോടതി തട്ടിക്കളഞ്ഞു. പിന്നെ മിനിമം 2 മുസ്ലിം, ബാക്കി എത്ര വേണമെങ്കിലും ആകാം. മിനിമം 2 മുസ്ലിം, ബാക്കി എത്ര വേണമെങ്കിലും ആകാം എന്നുള്ള നിയമത്തിൽ മിനിമം 3 മാക്സിമം 4 മുസ്ലിങ്ങൾ, ബാക്കി എല്ലാം എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കോടതി അത് മനുഷ്യത്വപരമായ രീതിയിൽ നിയമപരമായിട്ടോ അത് കോടതി ഒന്നും സ്വാധീനിച്ചിട്ടില്ല. മുസ്ലിം സമുദായത്തൊന്നും സ്വാധീനിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരെ സഹായിച്ചിട്ടില്ല. അവർ ഒരു പരിധിവരെ നിഷ്പക്ഷമായിട്ട് നീതി നോക്കി എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. പക്ഷെ അതുപോലെ നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.